ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് ക്ലബ്. നമ്മുടെ ഫോട്ടോ വരച്ചിട്ട് ഒരാൾ നമുക്ക് ഗിഫ്റ്റായിട്ട് തരുവാണെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ഏതൊരാൾക്കും അയാളുടെ ഫോട്ടോ വരച്ച് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും. ബോട്ടിൽ ഇതുപോലെ സ്വന്തം ഫോട്ടോയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോയോ ആരുടെ ഫോട്ടോ വേണമെങ്കിലും വരയ്ക്കാനുള്ള ഒരു കുഞ്ഞ് ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ കാണുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ബോട്ടിൽ ആർട്ട് ചെയ്യാനുള്ള ബോട്ടിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ച് ഒരു ബേസ് കോട്ട് കൊടുക്കണം. സ്പോഞ്ച് കൊണ്ടാണ് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും കാണിക്കാത്തത്. പിന്നെ ഇതിൻ്റെ മേലെ ടോപ്പ് കോട്ടായിട്ട് ഞാനൊരു ക്രീം പെയിൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് കൊടുത്തതിന് ശേഷം നല്ലോണം ഡ്രൈ ആവാൻ വെക്കുക. അപ്പോൾ നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിൽ വർക്ക് ചെയ്യാൻ പോണേ. അടുത്ത പരിപാടി വരയ്ക്കാനുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇനി ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ റാപ്പിഡ് റീസൈസർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റാപ്പിഡ് റീസൈസർ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഫ്രീ പിക്ചർ സ്റ്റെൻസിൽ മേക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ സ്ക്രീൻ കിട്ടും. അപ്പോൾ ലോഡ് എ ഫോട്ടോ, അവിടെ നിങ്ങൾ ഫോട്ടോ ലോഡ് ചെയ്യുക. അപ്പോൾ കണ്ടോ, നിങ്ങൾക്കൊരു ഡിസൈൻ കിട്ടിയില്ല, അത് ക്ലിയർ അല്ല. പിന്നെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്ലിയർ ആക്കുന്നത്. അത് അതിൻ്റെ ഓപ്ഷൻസ് അതിൻ്റെ താഴെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ക്ലിയർ ആക്കണതെന്ന് ഞാൻ പറഞ്ഞുതരാം. താഴെയായിട്ട് അഡ്ജസ്റ്റ്, തിൻ, ത്രഷോൾഡ്, അഡാപ്റ്റീവ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാനിതിൽ ത്രഷോൾഡാണ് സെലക്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ ഡാർക്കിൻ്റെ അവിടെ കണ്ടോ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാനായിട്ടൊരു ബട്ടൺ ഉണ്ട്. ഷാർപ്പ്, സോഫ്റ്റായിട്ട് അതിൻ്റെ അവിടെയും ഡ്രാഗ് ചെയ്യാനായിട്ടൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള പിക്ചറാണോ വേണ്ടത് അതായിക്കഴിഞ്ഞാൽ നമ്മൾ പരിപാടികളൊക്കെ അവസാനിപ്പിക്കാം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള പിക്ചർ കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നിർത്തി ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഫോട്ടോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഡയറക്റ്റായിട്ട് ഫോണിൽ നിന്ന് തന്നെ ഒരു പേപ്പറിലേക്ക് കോപ്പി ചെയ്തെടുക്കാം. അതിനെക്കുറിച്ചും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫോണിൽ നിന്ന് കോപ്പി ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. ഞാനിവിടെ പ്രിൻ്റ് എടുത്തിരിക്കുകയാണ്, കാരണം കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ഫോട്ടോ ബോട്ടിലിൽ വരയ്ക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രിൻ്റ് എടുത്തു. പിന്നെ ആ പ്രിൻ്റഡ് പേപ്പറിൻ്റെ പുറകിൽ തന്നെ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്തിട്ട് ഞാൻ ബോട്ടിലേക്ക് ട്രേസ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഇത് ഷെയ്ഡ് ചെയ്യുന്ന എന്തിനാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നതിന് പകരമാണ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പേപ്പർ എടുത്തിട്ട് ബോട്ടിലിൽ വെച്ച് ട്രേസ് ചെയ്യണം. ഇപ്പോൾ എങ്ങനെയാണ് ട്രേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടത് ഇതിലെ ഈ ഡാർക്കായിട്ടുള്ള പോർഷൻസാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡാർക്കായിട്ടുള്ള ഓരോ ഭാഗ്യത്തിന് ചുറ്റും ഔട്ട്ലൈൻ വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കണം. അതായത് ഇപ്പോൾ ചെറിയൊരു ഡോട്ടാണ് അവിടെ ഉള്ളതെങ്കിൽ ആ ഡോട്ട് പോലും നമ്മൾ ശരിക്കും മാർക്ക് ചെയ്യണം. ഈ ഫോട്ടോയ്ക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് ബ്ലാക്കും ആണ്. കണ്ടോ, ലെഫ്റ്റ് സൈഡ് ഫുള്ള് ബ്ലാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ രണ്ട് സൈഡിലേക്കും ലൈറ്റുള്ള ടൈപ്പ് ഫോട്ടോസ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിലെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഫോട്ടോ, ഒറിജിനൽ ഫോട്ടോ നോക്കിയിട്ട് ജസ്റ്റ് ആ ഡാർക്ക് സൈഡിലെ തലമുടിയുടെ ഭാഗം മാത്രം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വരച്ചു കൊടുത്തു. കാരണം നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും അതുപോലെ അങ്ങ് പെയിൻറ്റ് ചെയ്തെടുക്കുകയല്ലല്ലോ, ഫേസ് മാത്രമല്ലേ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ എങ്ങനെയാണ് ഇത് ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. ഇനി ഞാനൊരു ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ വെച്ച് ഔട്ട്ലൈൻ ഒന്നുകൂടെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ബോർഡേഴ്സൊക്കെ കാണാം. പിന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ തിരക്ക് പിടിച്ചൊന്നും ചെയ്യരുത്, നല്ലോണം ശ്രദ്ധിച്ച് പതുക്കെ സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മൾ വരച്ചതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ബ്ലാക്ക് അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കയ്യിലുള്ള ഏറ്റവും തിൻ ബ്രഷ്, ഞാനിവിടെ 000 ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചെറിയ ഡീറ്റെയിൽസ് പോലും എളുപ്പത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ ബ്രഷ് യൂസ് ചെയ്ത് പിന്നെ പുറത്തേക്കൊക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെറിയ ബ്രഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബോട്ടിൽ ആർട്ട് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം ഏതൊരു വീട്ടിലും കുപ്പി ഉണ്ടാവാതിരിക്കില്ല. എന്തിൻ്റെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ബോട്ടിൽസ് വീട്ടിലൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ബോട്ടിൽ ആർട്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരത് നല്ലോണം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്രാഫ്റ്റ് വീഡിയോസ് കാണാനാണ് താല്പര്യം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ ടോപ്പിക്സിലാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത തരത്തിലുള്ള വീഡിയോസ് ഇട്ട് നിങ്ങളെ മടുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളെ സജഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ട്രേസ് ചെയ്ത സമയത്ത് പെൻസിലിൻ്റെ ഒരു അടയാളം അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മായ്ച്ച് കളയണം. അത് ഞാൻ ഇപ്രാവശ്യം ഇറേസർ വെച്ചിട്ട് മായ്ക്കുകയാണ് കേട്ടോ. പെൻസിലായതുകൊണ്ട് തന്നെ പോകും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പെയിൻറ്റ് വെച്ച് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് എനിക്ക് ഇറേസറിൻ്റെ ഒരു കാര്യം ഓർമ്മയെ വന്നില്ല. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞു, വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ പുറകിൽ ഞാനൊരു കോട്ട് എഴുതുകയാണ്. അപ്പോൾ എനിക്ക് കാലിഗ്രഫി അറിയില്ല, അതുകൊണ്ട് ഞാൻ ക്യാൻവ എന്ന് പറഞ്ഞൊരു ആപ്പിൽ ഒരു ലേഔട്ട് സെലക്ട് ചെയ്തിട്ട് ഏത് കോട്ടാണോ എഴുതുന്നത് അത് അതിൽ ടെക്സ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യും. ആ ഫോണ്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ കോപ്പി ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫോണ്ട് അതേപോലെ നിങ്ങൾക്ക് ഒരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ട് ഈ പിക്ചർ എങ്ങനെയാണോ നമ്മൾ വരയ്ക്കുന്നത് അതേപോലെ തന്നെ ഈ ടെക്സ്റ്റും കോപ്പി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ചെറിയ രീതിയിലുള്ള അലങ്കോല പണികളൊക്കെ നടത്തുന്നുണ്ട്. ത്രെഡൊക്കെ ചുറ്റി ചെറിയ ഡിസൈൻസൊക്കെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ത്രെഡ് എൻ്റെ കയ്യിൽ ആക്ച്വലി ഞാൻ ബ്ലാക്ക് ത്രെഡ് ചുറ്റാനാട്ടോ ഉദ്ദേശിച്ചത്, ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുകയാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ ചുറ്റിക്കോളൂ. ചുറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഇതൊക്കെ ഇരട്ടിപ്പണിയാണ്. അപ്പോൾ ഫുൾ പരിപാടിയും കഴിഞ്ഞിട്ട് ബോട്ടിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇഷ്ടമായോ? ഞാൻ ബ്ലാക്ക് ത്രെഡിൻ്റെ അവിടെ ചെറുതായിട്ട് ഗോൾഡൻ പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ടോപ്പിക് അതല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഡീറ്റെയിൽഡായിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സ്റ്റേ ഹാപ്പി.